ഹലോ ഗായ്സ്, നമസ്കാരം. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ നേരെ കിട്ടില്ല. കാരണം കുറച്ച് കുട്ടികൾ സ്കൂളും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് എടുത്തതാണ്. അന്ന് നമ്മൾ കോട്ടേഴ്സും കാര്യങ്ങളായിട്ട് പറയുമ്പോൾ അന്ന് എടുത്തതാണ്. പക്ഷേ ഷെയർ ചെയ്യാൻ നേരെ കിട്ടില്ല. സോ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ് ഇത്. നമ്മൾ തൊട്ടടുത്ത കോട്ടേഴ്സിൻ്റെ അടുത്തുള്ള വീടാണ്. റോഡ് സൈഡിൽ തന്നെയാണ് വീട്. നമുക്ക് ടൗണിലേക്ക് പോകാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, റോഡൊക്കെ അടുത്തായിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ വീട്ടിൽ നമുക്ക് ഒരു എന്താ പറയുക താത്താക്ക് 2 മക്കളുണ്ട്, കാക്ക ഉണ്ട്. അവർ നല്ല ഒരു ആൾക്കാരായിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയുക, കോട്ടേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് അവർ. അവർക്ക് ഒരു മോനുണ്ട്, നാലാം ക്ലാസ്സൊക്കെ പഠിക്കാനുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവന് എപ്പോൾ നമ്മൾ വീട്ടിൽ വരും, നമ്മൾ റൂമിലേക്ക് വരും. എൻ്റെ മോളൊരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വരും. അവളുടെ അടുത്ത് കുറേ നേരം കളിച്ചിട്ട് എന്തെങ്കിലും കൊടുത്താൽ അവൾക്ക് കയ്യിൽ കൊടുത്താൽ തിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് അവൾക്ക് എന്തെങ്കിലും മുട്ടായി കാര്യങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുവരും. നല്ലൊരു സ്നേഹമുള്ള മോനായിരുന്നു. എൻ്റെ കുട്ടി പറഞ്ഞാൽ അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. എപ്പോഴും വന്ന് കളിക്കും. അത്ര ഒരു നല്ല കുട്ടിയായിരുന്നു. പിന്നെ സ്കൂളിൽ പോയി വന്നാലും ഓടി വരും ഞങ്ങളുടെ റൂമിലേക്ക്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ വന്ന് കണ്ടിട്ട് പോവും. പിന്നെ അവരുടെ വീട്ടിൽ എന്താ പറഞ്ഞാലും ഒരു ചെറിയ സാധനം കൊണ്ടുവന്നാലും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് കൊടുക്കും. നല്ല സ്നേഹമുള്ള ഒരു മോളായിരുന്നു. പിന്നെ അവർക്ക് എപ്പോഴും എൻ്റെ മോൾക്ക് ഇവിടെ വരാൻ നല്ല ഭയങ്കര ഇഷ്ടമാണ്. അവർ ഇങ്ങോട്ട് കൊണ്ടുവരും. അറിയാതെ മോന് ചില സമയത്ത് ഞാൻ പണിയെടുക്കുമ്പോൾ വീട്ടിലാവുമ്പോൾ അറിയാതെ വീട്ടിൽ കൊണ്ടുവരും. പിന്നെ അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറേ നേരം കളിച്ചിട്ട് താത്ത മക്കളൊക്കെ ഇരുന്ന് കളിച്ചിട്ട് അവളപ്പോൾ ഇങ്ങനെ കുറേ നേരം അവർ ഇത് ചെയ്യും. പിന്നെ ഇവരാണ് ഈ താത്ത. പിന്നെ നമ്മളെ പറഞ്ഞ കുട്ടീൻ്റെ അമ്മേനെ ഇവർ. പിന്നെ ഇവർ ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ ബിരിയാണി പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്ന ആളാണ് ഇവർ. കാരണം നമ്മളെ നാട്ടിൽ കുറേ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അങ്ങനെ വല്ലാതെ ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ആദ്യമായിട്ട് ഞാനിവിടെ വന്നിട്ട് എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കാനുള്ളത് എങ്ങനെയാണ് പറഞ്ഞിട്ട് ഒക്കെ അവർ എന്താ പറയുക സ്പെഷ്യലായിട്ട് ഒരു ദിവസം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അന്ന് ഞാൻ അതിൻ്റെ മുമ്പ് ഒരു ദിവസം എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ഒരു ദിവസം അവരോട് ചോദിച്ചു, താത്ത എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ ഉണ്ടാക്കും പറയുമ്പോൾ അവർ അന്ന് എന്തോ ഒരു ഫംഗ്ഷനായിട്ട് അവർ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനൊക്കെ ഉണ്ടാക്കാനേട്ടോ, ഇതിടണം അതിടണം പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല രസത്തിൽ അവർ ബിരിയാണി ഉണ്ടാക്കി. അപ്പം ഞാനത് കണ്ട് നല്ല എഴുതിയിട്ട് വെച്ചു. പിന്നെ എപ്പോഴും ഞാനത് ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കാര്യങ്ങൾ വീട്ടിൽ വന്നാൽ ഞാനത് എപ്പോഴും ഉണ്ടാക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പിന്നെ താത്താക്ക് കുറച്ച് മടിയായി. കാരണം താത്താക്ക് ഞാൻ അറിയാതെ വന്നതാണ്. താത്ത ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഒരു സർപ്രൈസ് ആയി താത്താക്ക്. കാരണം കുറേ കാലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ ആ റൂമിന് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരും. പക്ഷേ ഞാനിപ്പോൾ ഈ പ്രാവശ്യം വന്നത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ താത്താക്ക് ഒരു നല്ല ഇഷ്ടമായി. താത്ത പിന്നെ എന്താ പറയുക, ആ രാവിലത്തെ ഒരു സമയമാണ്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോയി. അപ്പോൾ ഞാൻ അറിയാതെ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ എന്താ പറയുക, അവർ പറയുന്നത് പിന്നെ ആദ്യം നമ്മളെ നല്ല സ്നേഹത്തോട് ആയിരുന്നല്ലോ, എങ്ങനൊക്കെ ആയിരുന്നു, കുറേ സ്റ്റോറിയും കാര്യങ്ങളും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കുറേ സംസാരിച്ചു. പിന്നെ എന്താ പറയുക, അത്ര നല്ലൊരു താത്താണ്. അടുത്തുള്ള എല്ലാവരും ഒരു നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലത്തെ ഓണറും ആ ഒരു വീടും ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ താത്താനൊക്കെ കാണിച്ചു തരും. പിന്നെ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗ പരിസരത്തുള്ള എല്ലാവരും എപ്പോഴും നല്ല സ്നേഹത്തിലാണ്. ഞാൻ ഒരു അന്യനാട്ടിലത്തെ ഒരാൾ പറഞ്ഞിട്ട് ഏതൊരു ഇതില്ലാതെ അവർ എന്നെ അടുത്ത് വരും. പിന്നെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാനും അവർക്കൊരു ചെറിയ കുട്ടീൻ്റെ മാതിരിയായിരുന്നു. അപ്പോൾ ഒന്നും അറിയാത്ത ആളല്ലേ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളോടും എൻ്റെ ഭർത്താവിനോടും എന്നോടും നല്ല ഒരു എന്താ പറയുക സ്നേഹത്തോടും ആയിരുന്നു എല്ലാവരും. അങ്ങനെ പറയാം. ഒരു നാട്ടിൽ വരുമ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടാവുമല്ലോ. ആരോ നമുക്ക് എങ്ങനെ അറിയില്ല, അങ്ങനൊക്കെ പേടി ഉണ്ടാവും. പക്ഷേ ആ കുറവൊന്നും ഇവിടെ കണ്ടിട്ടില്ല. സ്റ്റാർട്ടിങ് ആൾക്കാരില്ല പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടായി, ഒരു ബേജാറൊക്കെ ആയി. പക്ഷേ പിന്നെ ഇവരൊക്കെ ഇത്ര സ്നേഹമുള്ള ആൾക്കാരാകുമ്പോൾ പിന്നെ നമ്മൾക്ക് പിന്നെ ആ ടെൻഷൻ കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ ആർക്കായാലും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റായി. പിന്നെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നാളെ ഞാൻ കണ്ടിന്യൂ ചെയ്യും.
എന്തായാലും